നിങ്ങൾ ഇതിനുള്ള ഒരു മറുഭക്ഷണം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് ആദിവാസികൾക്കുള്ള അവകാശത്തിന്റെ ബോധം ഞങ്ങളിൽ ഉണർത്തിയത്. ആമസോൺ 500 രൂപയ്ക്കും 400 രൂപയ്ക്കും നെല്ലറ്റ് വിൽക്കുന്നിടത്ത് നമ്മുടെ പാവം ആദിവാസികൾക്ക് 200 രൂപ ലാഭം കൊടുത്തുകൊണ്ട് 300 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആദിവാസികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന നെല്ലറ്റ് വിൽക്കാൻ സാധിച്ചാൽ ആരോഗ്യ സംരക്ഷണം, പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണം, ഡയബറ്റീസിനെതിരെ ഒരു വലിയ യുദ്ധമാണ് വിജയകരമായ. പവർട്ടിക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ അതിസമ്പന്ന വർഗമാണ് ഈ രാജ്യത്ത് പവർട്ടി വളർത്തുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഇംഗ്ലീഷുകാരൻ കണ്ടുപിടിച്ച ടെക്നിക്കാണ്. സാധാരണ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കഴിക്കും, നമ്മൾ ഓർഡർ ചെയ്ത് ആവശ്യമുള്ളത് വരുത്തി കഴിക്കും. പക്ഷെ അതും ഇപ്പൊ നമ്മൾ പണ്ടങ്ങനെ ഒരു കൾച്ചറില്ല. ഞാൻ എൻ്റെ ഡിഷ് ഓർഡർ ചെയ്യും, അതുകൊണ്ട് ഞാൻ കഴിക്കും. ഇന്ന് നമ്മൾ ഒരു 5 പേരുണ്ടെങ്കിൽ ഒരു 5 ഡിഷ് പറയും, ഓരോ ഡിഷും ഈ 5 പേര് ഷെയർ. ആ കൾച്ചറിലേക്ക് വന്നു. പക്ഷെ ഈ ബിഗിയും നമ്മൾ ഷോർട്ടൻ ചെയ്യേണ്ടിയിരിക്കുന്നു. Why? Because we should have concern for the foodless law, the hapless law. അപ്പോൾ poverty management, അതിന് ഗവർണൻസ് മാത്രം പോരാ, നമ്മുടെ ലൈഫ് ഗവേണിംഗ് ഓർഡേഴ്സ് എല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇന്ന് അരിയായാലും കരിമ്പായാലും ഗോതമ്പായാലും അതുപോലെയുള്ള സബ്സ്റ്റൻസിനെല്ലാം ഈ ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, ഷുഗർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമ്മൾ പോകുന്നത് മില്ലറ്റിലേക്കാണ്. മില്ലറ്റ് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് ആദിവാസികളാണ്. ആദിവാസി ഹാബിറ്റുകളിലാണ് മില്ലറ്റ്, നമുക്ക് ശുദ്ധമായ മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അവർക്ക് അവകാശം നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനം നിഷേധിച്ചു. അവർക്ക് ഭൂമിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് ആദിവാസികളുടെ ഭൂമി എന്ന് പറയുന്നത് വനമാണ്. ഒരു വനത്തിൽ മൃഗങ്ങൾക്ക് എത്രമാത്രം അവകാശമുണ്ടോ അതിന്റെ ഇരട്ടി അവകാശം വനവാസികൾക്കുണ്ട്. അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടി യോഗ ഡേ പോലെ തന്നെ ഈ സമൂഹത്തിൽ ഇത് മയക്കുമരുന്ന് മദ്യത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു യുവജനതയുടെ ദുഷ്ചെയ്തികൾക്കെതിരായി അവസ്ഥകളെ നമ്മൾ ഭയക്കണം. അവരുടെ ഫൈറ്റിങ്ങിന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ അത് പത്രക്കാര് അത്യാവശ്യം അത് പഠിച്ചിരിക്കും. ഓ ആ സ്ഥലം. പക്ഷേ സുരേഷ് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ. സെൻസിബിൾ. എനിക്ക് സുരേഷ് അത്രയും സെൻസിബിൾ ആയിട്ട് തോന്നാത്ത ക്ലാഷ് ആവുന്നത്. ഒരുപാട്